അഖിലേന്ത്യാ പണിമുടക്ക് എന്ന പേരിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പണിമുടക്കുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് തന്നെ KP ഈ മണിക്കൂറിൽ നമുക്ക് ആദ്യം പോകാം അല്ലേ? അനാവശ്യ ദേശീയ പണിമുടക്കിൽ മുഖം തിരിച്ച് തമിഴ്നാട്. BMS ഒഴികെയുള്ള തൊഴിലാളി യൂണിയനുകളുടെ പണിമുടക്ക് ആഹ്വാനം തമിഴ്നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുത്തില്ല. കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നു. ബസ്സുകളും ഓട്ടോ ടാക്സികളും സർവീസ് നടത്തുന്നുണ്ട്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നും അരുൺ ആലത്തൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അരുൺ, ഗൗതം, നമുക്ക് അരുണിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തിരുവനന്തപുരത്തിന് ഒരു പ്രതികരണത്തിന് തുടങ്ങാം അല്ലേ? കഴിഞ്ഞ ബുള്ളറ്റിലാണ് പ്രശാന്ത് ഒരു തമിഴ്നാട് സ്വദേശിയോട് ഈ പണിമുടക്കിനെ പറ്റി ചോദിച്ചപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെയുള്ള പണിമുടക്ക് ഉണ്ടാകാറില്ല, ഞങ്ങളിലൊന്നും അറിയുക പോലുമില്ല എന്ന് പറഞ്ഞത്. അതിൽ നമുക്ക് നേരെ അരുണിലേക്ക് പോകാം. അരുൺ കോയമ്പത്തൂർ ടൗണിലാണുള്ളത്. അതെ അതെ. അരുൺ, എങ്ങനെയാണ് തമിഴ്നാട്ടിൽ ഈ പണിമുടക്ക് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ജനജീവനത്തെ ഒന്ന് തൊടാൻ പോലും സാധിച്ചിട്ടുണ്ടോ പണിമുടക്കിന്? മാത്രമല്ല, ഈ ഇടത് സംഘടനകൾക്ക് തമിഴ്നാട്ടിൽ എവിടെങ്കിലും ഒരു കൊടി കെട്ടാൻ പറ്റുമെങ്കിൽ അത് കോയമ്പത്തൂരാണ്. അപ്പൊ അവിടുത്തെ അവസ്ഥ എന്താണ്? സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇടത് സംഘടനകൾക്ക്, ഇടത് പാർട്ടിക്ക് തമിഴ്നാട്ടിൽ അല്പമെങ്കിലും ഒരു സ്വാധീനമുള്ളത് കോയമ്പത്തൂരിലാണ്. പക്ഷേ ആ കോയമ്പത്തൂരിൽ പോലും തമിഴ്നാട്ടിലെ ജനത ഈ ഒരു പണിമുടക്കിനോട്, അനാവശ്യ പണിമുടക്കിനോട് മുഖം തിരിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ പുറകിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇന്ന് ഈ ജനങ്ങൾക്കൊന്നും ഇവിടെ പണിമുടക്കാണെന്ന് അറിയുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. വലിയ ഗതാഗത കുരുക്ക് ഈ നഗരത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നു. എല്ലാ ബസ്സുകളും, സർക്കാർ ബസ്സാണെങ്കിലും അതല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളാണെങ്കിലും ഒക്കെ സർവീസ് നടത്തുന്നുണ്ട്. ഓട്ടോറിക്ഷകളാണെങ്കിലും ടാക്സികളാണെങ്കിലും ഒക്കെ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യമാണ്. ആളുകൾക്കൊന്നും ഇങ്ങനെ ഈ ഒരു പണിമുടക്കാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് ആർക്കും ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ്. അന്നെനിക്ക് മുഴു അടയ്പ്പ് തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ബ്ലോക്കിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരെ കൊണ്ട് നമുക്ക് എനിക്ക് മുഴു അടയ്പ്പ് தானே எங்கே தமிழ்நாட்டில் இல்லை இல்லையே, இதெல்லாம் கம்மியாக தான் எல்லாம் ஓப்பன் ஆகிருக்கே பாருங்க. நீங்களே முழு அடைப்புனா இதெல்லாம் திறந்துருக்காதில்ல இல்லையா? இதானே ஏதாலும் இன்னைக்கு இங்கே தமிழ்நாட்டில் முழு அடைப்பு இல்லையா? தெரியலைங்க, சில இடத்துல பண்ணுறாங்க. கடைகள் ஆஃபீஸ் மட்டும், ஒன்லி சென்ட்ரல் கவர்மெண்ட் ஆஃபீஸில். பாக்கி எல்லாமே திறந்து தான் இருக்குது. ஷாப்லாம் திறந்தா இருக்குது கடைகள். ஆனால் இன்றைக்கி முழு அடைப்பே இல்லை. எங்கே இது தமிழ்நாடு. முழு அடைப்புங்கிறீங்க கடவுளையும் கூட நினச்சி பார்த்துடாதீங்க. பிஸ்னஸ் சென்டர் இது, பிஸ்னஸ் தான் ஓடும். போராட்டமெல்லாம் இது வேஸ்ட்டு. நானும் அதுக்கு தான் போகிறேன், போராட்டத்துக்கு தான் போகிறேன். இப்போ 10 நிமிஷம் கோஷம் போட்டு நாங்கள் கிளம்பிடுவோம். அவ்வளோதான் போராட்டங்கிறது. ஆனால் இங்கே எம்எல்ஏ நிற்கிறாரு, எம்எல்ஏ போயிட்டு எடுக்கலாமா? இங்கே முழு அடைப்பு தானே இன்னைக்கு தமிழ்நாட்டில் பொறுத்த வரைக்கும் எந்த முழு அடைப்பும் எடுபடாது. மத்திய அரசோட நலத்திட்டங்களை எடுத்து கேரளாவில் நடக்கின்ற கம்யூனிஸ்ட் அரசாங்கம் இன்றைக்கி இந்தியா முழுவதும் ஒரு ஆர்ப்பாட்டத்தையும் இந்த முழு அடைப்பையும் நடத்துகிறாங்க. தமிழ்நாட்டை பொறுத்த வரைக்கும் பொதுமக்கள் அவங்கவுங்க வேலையை பார்த்துட்டு இருக்கிறாங்க. ஸ்கூலுக்கு போகிற குழந்தைங்கள், வாகன ஓட்டிகள், வியாபார பெருமக்கள் மற்றும் நம்ம எல்லாருமே அவங்கவுங்க வேலையை பார்த்துட்டு இருக்காங்க. அதனால் தமிழ்நாட்டில் எந்த ஒரு முழு அடைப்பும் இல்லை. നിങ്ങൾ കേൾവിപ്പെട്ടെങ്കിലാ இந்த மாதிரி മുഴു അടയ്പ്പ്? ഇവിടെ ഈ മറ്റേ നമ്മുടെ കേരളത്തിൽ ദേശീയ പണിമുടക്കാണ്. ഇവിടെ ഒന്നും കാണുന്നില്ല, എല്ലാവരുടെയും കടകൾ തുറന്ന്. കേരളം മാത്രമേ ഈ അവസ്ഥയിലുള്ളൂ, വേറെ എവിടെയില്ല. വേറെ എവിടെ ഈ ബന്ധം എന്ന് പറഞ്ഞാൽ അറിയില്ല, പൊതുജനങ്ങൾക്ക് അറിയില്ല. അങ്ങനെയാണ് അവരവരെ കാര്യങ്ങൾ നോക്കുക, അവരവർ പണി നോക്കുക, അവർ പോയിക്കിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ ബന്ധം എന്നുള്ളത് ഇവിടെ ഇല്ല, തീരെയില്ല. ഞാൻ അവിടുന്ന് വരുന്നത്, കേരളത്തിൽ വരെ ട്രെയിൻ ഇറങ്ങി വരികയാണ്. ഇവിടെ ജോലി ചെയ്യണം. ഇവിടെ എനിക്ക് ബിസിനസ്സാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രമേ ഈ പരിപാടി ഉള്ളൂ. അല്ല, അവിടെ മാത്രമേ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ബന്ധ കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ ഉള്ളൂ. അവിടെ ഒന്നുമില്ല, മുഴുവടപ്പാണ്, ഒന്നുമില്ല. ചായ കിട്ടാനും കൂടെ വഴിയില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, അത്രയേ ഉള്ളൂ. വണ്ടിയിലൊക്കെ ഇറങ്ങി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിറയെ പേര് വണ്ടി ഇറങ്ങിയിട്ട് അവർക്ക് അറിയില്ല. മറ്റുള്ളവിടെ എവിടെയില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് വീട്ടിലേക്ക് പോകാൻ വഴിയില്ല. അവിടുന്ന് ബുദ്ധിമുട്ടിയാണ് അങ്ങോട്ട് വന്നത്? അല്ല, ഞാൻ അവിടുന്ന് ട്രെയിൻ കയറി വന്നു. വണ്ടി സ്റ്റേഷനിൽ വെച്ചിട്ട് ട്രെയിൻ കയറി ഇങ്ങോട്ട് വന്നു. വൈകുന്നേരം ട്രെയിനിൻ്റെ ഇവിടെ ബസ് സർവീസ് ഇല്ല, ഒന്നുമില്ല. ഇവിടെ യാതൊരു ഇവിടെ അറിയില്ല, ரொம்ப അറിയില്ല. ഇവിടെ ആളുകൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. நீங்கள் இங்கே முழு அடைப்புன்னு கேள்விப்பட்டீங்க? இல்லை ஒன்றுமே கேள்விப்படலையே. முழு அடைப்பு மாதிரியா இருக்குது. டிராஃபிக் பாருங்கள், எல்லாமே ஒர்க்கிங் தான். இதுக்கு முழு அடைப்பு? கம்யூனிஸ்ட் கட்சிங்களெல்லாம் முழு அடைப்புன்னு சொல்கிறாங்க இன்னைக்கு. அது கேரளாவில் வேணா இருக்குல்ல, இங்கெல்லாம் ஒன்றும் கிடையாது. இங்கே கம்யூனிஸ்ட் கிடையாது, ஒன்றும் கிடையாது. எல்லாம் பாருங்கள், நீங்களே காமிங்க இதெல்லாம் டிராஃபிக் இப்படி இருக்குன்னு. போகிறதுக்கு வழி இல்லை, இங்கே போய் முழு அடைப்பு. ஏன் கேரளாவில் முழு எடுப்பா இன்னைக்கு? இங்கே ஒன்றுமே கிடையாது.
ഏതായാലും ഈ വഴിയിൽ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ നമ്മളെ കൊണ്ട് തന്നെ തിരിച്ച് തമാശ പോലെയാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ മുഴുവടപ്പാണോ, ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ തരത്തിലാണ് ആളുകൾ ഒരുപാട് പേര് സംസാരിക്കുന്നത്. ഏതായാലും ആ ഗതാഗത കുരുക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇവിടെ മുറുകിക്കൊണ്ടേയിരിക്കുന്ന കാഴ്ച നമുക്ക് ഒരു വശത്ത് കാണാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കടകമ്പോളങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഒരു വശത്ത്. മറുവശത്താണെങ്കിൽ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അന്നന്ന് ദിവസത്തെ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിലുള്ള അതായത് അരുണയും ഈ DMK ഭരിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യ സഖ്യത്തിന്റെ പണിമുടക്കാണ് നടക്കുന്നത്. അതായത് പിണറായിയുടെ കേരളത്തിലെ പണിമുടക്കുള്ളൂ, സ്റ്റാലിന്റെ തമിഴ്നാട്ടിൽ പണിമുടക്കില്ല. അവിടെ ഈ നമ്പറൊന്നും നടക്കില്ല. തീർച്ചയായിട്ടും ഈ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്ക് ഇതൊരു സർക്കാർ ബസ്സാണ്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ബസ്സാണ്. ആ ബസ്സിനകത്ത് തന്നെ തിരക്ക് കാണാൻ സാധിക്കും. ഇത്രയേറെ ആളുകൾ തിങ്ങി വിങ്ങി ബസ്സിനകത്ത് നിൽക്കുന്നു എന്നുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഈ ഒരു പണിമുടക്കിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അത് വലിയ രീതിയിൽ അതിനെ ഇടത് പാർട്ടി പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പാലക്കാട് തന്നെ മണ്ണാർക്കാട് ഭാഗത്തൊക്കെ സമരാനുകൂലികൾ ശക്തമായി വന്ന് അവിടെ വാഹനങ്ങൾ തടയുന്നു, കടകമ്പോളങ്ങളെ തുറന്നു പ്രവർത്തിച്ചത് അടയ്ക്കുന്നു. അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ വലിയ രീതിയിൽ നടത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഈ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ CPM അല്പമെങ്കിലും ഒരു സ്വാധീനമുള്ള മേഖലയാണ് ഈ കോയമ്പത്തൂർ എന്നുള്ളത്. അവിടെ തന്നെ ഈ ജനങ്ങൾ ഇതിനോട് പൂർണ്ണമായും മുഖം തിരിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. ஆனால் என்னக்கே முழு அடைப்பு இல்லையா? முழு அடைப்பா இல்லையே, இல்லை ഇത് ഇല്ല, കേൾവിപ്പെടില്ല. ഏതായാലും ഒരുപാട് പേരെ പ്രതികരണമായി നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ആർക്കും ഇത് ഒന്നും പറയാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ആരും ഇത് തങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. ആ മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ DMK ഉൾപ്പെടെ ഈ ഇന്ത്യ മുന്നണി തന്നെയാണ് ഇപ്പോൾ ഈ പണിമുടക്ക് എന്ന പേരിൽ ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ പൂർണ്ണമായും മുഖം തിരിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിലെ തിരക്കിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഗൗതം, അത് തന്നെയാണ് അരുൺ പറഞ്ഞതുപോലെ തന്നെ ആ തിരക്ക് തന്നെയാണ് നമുക്ക് അവിടുത്തെ ജനങ്ങളിലൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് മനസ്സിലാക്കി തരുന്നത്. ഗൗതം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ നിന്നും സ്റ്റാലിൻ ഭരിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ കക്ഷികളാണ് DMK ഭരിക്കുന്ന തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാ തരത്തിലും അതിനെ തള്ളിക്കളയുന്ന സമീപനം അല്ലേ? കാരണം അവർക്ക് അവരുടെ ജീവിതം കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇന്നും പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രതികരണങ്ങളും അങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. എന്തിനാണ് പണിമുടക്കുണ്ടോ, അത് നിങ്ങളുടെ കേരളത്തിലുണ്ടോ എന്നുള്ള ചോദ്യം അവർ തിരിച്ചു ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതും CPM MP ഉള്ള സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ DMKയുടെ വോട്ട് കൊണ്ടാണെങ്കിലും അവരുടെ കോയമ്പത്തൂർ പോലുള്ള മേഖലകളിൽ അവർക്ക് സംഘടനാ പ്രവർത്തനം അവിടെ കുറച്ചെങ്കിലും ഈ CPM പോലുള്ള സംഘടനകൾക്ക് പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ, സ്ഥാനമുണ്ടെങ്കിൽ അത് കോയമ്പത്തൂരാണ്. അവിടെ പോലും ഈ പണിമുടക്ക് യേശുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ജിഷ്ണു കൃഷ്ണ ഡൽഹിയിൽ നിന്ന് ചേർന്നപ്പോൾ ഉത്തരഭാരതത്തിലെ സാഹചര്യം സമാനമായിരുന്നു. അവിടെയും പണിമുടക്ക് ഏശിയിട്ടില്ല. ഇപ്പോൾ ഇത് അരുൺ ആലത്തൂര് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നും ചേരുമ്പോൾ അവിടെയും അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക്, കൊച്ചു കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ KSRTC ബസ്സിന് കല്ലെറിയുന്നു, ബസ് എടുക്കുന്ന ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തുന്നു, ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനത്തെ കലാപരിപാടികൾ നമ്മുടെ സംസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്.